പ്രൈസറോ കർത്താവിൻ്റെ അതിപരിസമായ നാമമായിട്ട് വിട്ടത് ഈ നല്ല സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കും. റോമാലേഖനം 8 അധ്യായം അതിൻ്റെ 31 വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് വായിച്ചത്. വളരെ സുപരിചിതമായ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മൾ ലോകശക്തികളിലല്ല ആശ്രയിക്കുന്നത്, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നാം ലോകമനുഷ്യരോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പ് ദൈവത്തോട് നമ്മുടെ വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ്, ദൈവത്തോട് നമ്മുടെ വിഷയം പറയുമ്പോഴാണ്, നമ്മുടെ വിഷയം ദൈവത്തോട് അപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് മാനസികാരോഗ്യം കിട്ടുന്നത്, ശാരീരിക ആരോഗ്യം കിട്ടുന്നത്. അതുകൊണ്ട് ദൈവം പറയും, ആമേൻ, ദൈവം ആമേൻ സ്തോത്രം, നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. അല്ലേ? അത് ദൈവാത്മാവ് പറയുന്ന വചനമാണ്. ഈ വചനം നമ്മളോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ദൈവസഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ അതിൻ്റെ ഒന്നും കണ്ട് നാം ഭയപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ പ്രതികൂലമായി നിൽക്കുവാൻ ലോകശക്തികൾ ഒന്നടങ്കം ഇളകി വന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം കൂടെ ഇളകി വന്നാലും സിംഹത്തിനൊരു ഇളക്കവുമില്ല. കാരണം സിംഹം കാട്ടിലെ രാജാവാണ് എന്ന് പറഞ്ഞാൽ യഹൂദാ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മക്കളായിരിക്കുന്ന ബാലസിംഹങ്ങൾ. ലേലിയ അവര് സിംഹത്തെ പോലെ തന്നെ ഗർജിക്കും. ലേലിയ സ്വതന്ത്രം. അങ്ങനെയുള്ളവർക്കൊരിക്കലും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളെ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവസഭയ്ക്ക് നേരെ കഴിഞ്ഞ കാലങ്ങളുമായിട്ട് കല്ലെറിയുന്നത് പോലെ വാക്കുകൊണ്ട് കല്ലെറിയുന്ന അനവധി ദുഷ്ടന്മാരുണ്ട്. പ്രൈസലോട്ട്. ലേലിയ. അങ്ങനെയുള്ള ദുഷ്ടശക്തികളെ എതിർത്ത് തോൽപ്പിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. അല്ലേലിയ. നാം ദൈവത്തിന്റെ മക്കളാണ്, അവകാശികളാണ്. യേശുവിന്റെ രക്തം കൊണ്ട് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നാം തെരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവ മക്കളെന്ന അവകാശികളാണ്. ലേലിയ. ലോകമല്ല നമ്മളെ തെരഞ്ഞെടുത്തത്, ഇവിടുത്തെ ജനമല്ല നമ്മളെ തെരഞ്ഞെടുത്തത്. ഈ ലോകത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ ലോകം അങ്ങനെ തിരഞ്ഞെടുത്തവരല്ല. ദൈവം നമ്മെ ദൈവരാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ദൈവിക പദവി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ലൂക്കോസ് സുവിശേഷം 19 അധ്യായം 10 വാക്യമൊക്കെ വായിക്കുമ്പോൾ, ലേലിയ അല്ല 10 അധ്യായം 19 വാക്യമൊക്കെ വായിക്കുമ്പോൾ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്തൊക്കെ പറയുന്നത്? അധികാരമുണ്ടെന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നതുകൊണ്ട് ജീവിത വിശുദ്ധിയോടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് നേരെ കടന്നു വരുന്ന പ്രതികൂല ശക്തിയെ, അത് ആണുങ്ങളല്ല പെണ്ണുങ്ങൾ, ലേലിയ, വിവിധ മേഖലകളിൽ പ്രതിസന്ധികളായിട്ട് എഴുതിക്കും. കുടുംബത്തില്, സമൂഹത്തില്, ജീവിതത്തില്, ജോലിയില്, അങ്ങനെ എല്ലാ തൊഴിലവസര മേഖലകളിലും ഇതൊക്കെ ഉണ്ടാകാം. കാരണം സാത്താന് പ്രവർത്തിക്കാൻ മനുഷ്യനെ ആവശ്യം. സാത്താന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അല്ലേ? അതിനു വേണ്ടിയിട്ട് സാത്താൻ തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും അശുദ്ധമായതായിരിക്കും തെരഞ്ഞെടുക്കുന്നത്. ലേലിയ. ദൈവം നമ്മെ വിശുദ്ധമായിട്ട് മാറ്റിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ അശുദ്ധിയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ സൂക്ഷിക്കും. എന്നാൽ സാത്താൻ എന്ത് ചെയ്യുമോ? നമ്മളെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിന് അവൻ ഏറ്റവും അശുദ്ധി നിറയപ്പെട്ട ഒരുവനെ അല്ല ഒരുവളെ തെരഞ്ഞെടുത്തിട്ട് അവനെ മുമ്പിൽ കൊണ്ടുവരും. അവനെന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. അത്രയേ ഉള്ളൂ കേട്ടോ. ലേലിയ. ഇവിടെ ഈ ദൈവവചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം പറയുന്നത്, ലേലിയ, സ്തോത്രം. ലേലിയ. ശൗൽ എന്ന് പറഞ്ഞ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ലേലിയ, ക്രിസ്തു പൗലോസിനെ സന്ദർശിച്ച ദിവസങ്ങൾ, ലേലിയ, ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി, ഹല്ലേലൂയ, ഒരു വലിയ സന്ദർശനത്തിന്റെ ഒരു അനുഭവമാണ് പൗലോസിന്റെ ജീവിതം എന്ന് പറയുന്നത്.
ഹല്ലേലൂയ. അതവന് അനുകൂലമായി എന്ന് പൗലോസിന് മനസ്സിലായി. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവും അവനോട്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്നൊരു താക്കീത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം അനുകൂലമായി കഴിഞ്ഞപ്പോൾ, നീ ആരാകുന്ന കർത്താവെ നീ ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് പറഞ്ഞപ്പോൾ അതൊരു താക്കീതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോടുകൂടി എന്ത് ചെയ്തു? പൗലോസ് മുഴുവൻ ആള് മാറി. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. ഹല്ലേലൂയ. അവൻ മഹാപുരോഹിതന്റെ അനുവാദം വാങ്ങി സഭയെ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടവൻ സഭയെ തകർക്കാൻ ഇറങ്ങിയത്. എന്നാൽ ദൈവിക സന്ദർശനം വന്നു കഴിഞ്ഞപ്പോൾ സഭയെ തളർത്താൻ എഴുന്നേറ്റവൻ, സഭയെ ഇല്ലായ്മ ചെയ്യാൻ എഴുന്നേറ്റവൻ സഭയെ വളർത്തുന്നവനായി മാറി. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, പൗലോസിനോട് ദൈവം ആത്മീയ രഹസ്യങ്ങൾ, സ്വർഗീയ രഹസ്യങ്ങളെയും ദൈവമായ ജ്ഞാനവും നൽകി പൗലോസിന് ദൈവസഭയുടെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് ചോദിക്കും. പൗലോസ് പറയും, എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഞാൻ എത്രയോ ദുഷ്ടതയുടെ, എത്രയോ ഹീനമായ അനുഭവ ജീവിത സാഹചര്യങ്ങൾ എന്നിലുണ്ടായിരുന്നു. എന്നാൽ സർവശക്തനായ കർത്താവ്, യേശു കർത്താവ്, ഈ ലോകത്തെ മുഴുവൻ അടങ്ങി വരിക്കുന്ന യേശു എൻ്റെ ജീവിതത്തിൽ വന്ന് എന്നിൽ പ്രവേശിച്ചപ്പോൾ, എന്നെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചപ്പോൾ സ്വർഗീയ ജ്ഞാനം തന്ന ദൈവിക രഹസ്യങ്ങളെ തങ്ങുന്ന ദൈവിക സഭയുടെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തന്ന ആ ദൈവം എത്ര വലിയ മഹാനാണ്. ഹല്ലേലൂയ. ആ ദൈവം എനിക്ക് എത്ര വലിയ അനുകൂലമാണ്. പിന്നെ പ്രതികൂലത്തെ ഞാൻ ഭയപ്പെടുത്തുന്ന പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പൗലോസ്, റോമാലേഖനം 8-ാം അധ്യായം, ഹല്ലേലൂയ, അവരുടെ ഹല്ലേലൂയ പുത്രത്വം, ക്രിസ്തുവിനോട് കൂടെയുള്ള കഷ്ടം സഹിക്കാനായി അല്ലെ കഷ്ടം സഹിക്കൽ എന്നിവ പരാമർശിക്കപ്പെടുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. അപ്പൊ അവരുടെ അല്ലെങ്കിൽ ഭദ്രതയെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇനിയും ഹല്ലേലൂയ വിശ്വാസിയെ ശിക്ഷിക്കാൻ കഴിയാതെ വണ്ണം ന്യായാധിപതിയായ ദൈവം താൻ തന്നെ ജാമ്യക്കാരനും പ്രതിപുരുഷനും നൽകി ക്ഷമിച്ചിരിക്കുന്നതിനുള്ള കുറ്റവിമോചന പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത്. ഇനി നമ്മളൊരു പ്രതിസന്ധി ചെന്ന് ചെയ്യാടി നമുക്ക് മറ്റൊരു ഇടനിലക്കാരനെ കൊണ്ടുവന്നേക്കാൾ നല്ലത് നമ്മുടെ കർത്താവ് നമുക്ക് ഹല്ലേലൂയ ജാമ്യക്കാരനും പ്രതിപുരുഷനുമായി ഹല്ലേലൂയ നമ്മോട് ക്ഷമിച്ച്, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളെ കുറ്റവിമോചനാക്കി മാറ്റുക. ലോകം ദൈവത്തെ ഒരുപാട് നിന്ദിച്ചേക്കാം. ഹല്ലേലൂയ. ദൈവസഭയെ നിന്ദിച്ചേക്കാം. പക്ഷെ നമ്മളത് കണ്ട് ഭയപ്പെടേണ്ട. നമ്മൾ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ചു നോക്കണം, ഏറ്റവും കൂടുതൽ നിന്ദ അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ പരിഹാസം അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ തള്ളപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ മനുഷ്യൻ വെറുക്കുന്നത് ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തുവിനെ ഇത്രമാത്രം ജനം വെറുക്കുന്നു അല്ലെങ്കിൽ നിന്ദിക്കുന്നതുകൊണ്ടാണല്ലോ ഈ ജനമല്ലേ യേശുവിനെതിരെ മാറുന്നത്. എന്നാൽ അതിന് മറുവശമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജനം, ഈ ലോക മനുഷ്യൻ, ഈ ലോകശക്തികൾ ഒന്നിച്ചെഴുന്നേറ്റ് ദൈവത്തോട് വെല്ലുവിളിച്ചാൽ ദൈവത്തിന് യാതൊരു കുലുക്കം ഉണ്ടാകത്തില്ല. കാരണം അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ദൈവമക്കളും ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ അതിൽ ദൈവം സന്തോഷിക്കും. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിന്റെ നാമം നമ്മൾ ധരിച്ചത് കൊണ്ട് ഒരുപാട് നിന്ദകൾ കടന്നു വരും. ഓരോ ദിവസവും പലരും നമ്മെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പല കുടുക്കുയോദ്യങ്ങളുമായിട്ടൊക്കെ വരും. ഹല്ലേലൂയ. സ്വതന്ത്രം. കാരണം യേശുക്രിസ്തുവിന്റെ നാമത്തെ ഏതെങ്കിലും വിധത്തിൽ ദുഷിച്ചിട്ട് നിന്ദിച്ചിട്ട് സ്വതന്ത്രം ഹല്ലേലൂയ സാത്താനെ ഉയർത്തുക. ഇദ്ദേഹത്തിനെ കണ്ടില്ലേ, വേദപുസ്തകത്തിനകത്ത് ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവികമായ ജ്ഞാനങ്ങൾ, അഭിഷേകം, അവർക്ക് നൽകിയിരിക്കുന്ന അന്യഭാഷ. ഹല്ലേലൂയ. അതൊക്കെ ലോകത്തിലുള്ള മനുഷ്യൻ, ഇവിടുത്തെ കോമഡിക്കാര്, ചില സിനിമാ താരങ്ങളൊക്കെ
ദൈവമക്കൾ പറഞ്ഞ അന്യഭാഷ ടേപ്പ് ചെയ്തെടുത്തിട്ട് കോപ്പി അടിച്ച് കാണാതെ പഠിച്ചിട്ട് ഈ സീരിയലിലും കോമഡി വേഷങ്ങളിലും സിനിമയിലും ഒക്കെ ദൈവമക്കളെ പരിഹസിക്കുന്ന, ദുഷിക്കുന്ന, അവരെ കളിയാക്കുന്ന അനുഭവങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ? ഹല്ലേലൂയ. അവർക്ക് ഒരുപാട് പൈസ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. കർത്താവിന്റെ നാമത്തെ നിന്ദിച്ച് അപമാനിച്ച് കൂത്തുകളി കാണിച്ച് വെറുക്കൂത്ത് കാണിച്ച് ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ അവസാനം എന്തായിരുന്നു ചിന്തിക്കണം. ഇതിനു മുമ്പ് ദൈവനാമത്തെ ദുഷിച്ച്, ദൈവസഭയെ നിന്ദിച്ച് അപമാനിച്ച്, ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ച് ദൈവമക്കളെ നിന്ദിച്ചവരുടെ അവസാനം വളരെ പരിതാപകരമാണ്. ഇവർ ചില കുട്ടികളൊക്കെ എഴുന്നേറ്റ് ദൈവനാമത്തിനെ വെല്ലുവിളിക്കുന്നുണ്ട്, അന്യഭാഷയെ കളിയാക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യുവക്കന്മാരോട്, ഇവിടുത്തെ യൗവനക്കാരോട് വാർത്തകൾ പറയട്ടെ, ദൈവാത്മാവിനെ നീ നിന്ദിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫെസ്യർ 4:30 നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച്, നീ പരിശുദ്ധാത്മാവിന് വിരോധമായി അപമാനം ഉണ്ടാക്കി, വെറുക്കൂത്ത് കാണിച്ച് നീ പണമുണ്ടാക്കി അധികം കാലം നീ ജീവിക്കാമെന്ന് നീ ഒരുങ്ങരുത്. ദൈവം നിന്നെ സന്ദർശിക്കും. ദൈവമക്കൾ പറയുന്ന അന്യഭാഷ ദൈവം കൊടുത്തതാ. അതൊരു ഊഹാപോഹ കഥകളൊന്നുമല്ല. വേദപുസ്തകം പറയുന്ന സത്യമാണ്. പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാം ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ ആമേനലിയ അവർക്ക് ഉണ്ടായ വെളിപ്പാട്, അവർക്കുണ്ടായ ദർശനം, അത്തിജാല് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർ ഓരോരുത്തരും പതിരും. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചുവെന്നാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2 വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിതരെ, പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് സംസാരിക്കുക, ദൈവിക മർമ്മങ്ങളെ സംസാരിക്കുക. അത് കേട്ടു നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലായെന്ന് വരില്ല. കാരണം അവർ ദൈവത്തെ പരിഹസിക്കുന്നത്. അവരാണത് കോപ്പിയടിച്ചിട്ട് മെല്ലിയ ഈ സീരിയലിലേക്ക് വരുന്നത്. ദൈവത്തെ അപമാനിക്കാൻ, ദൈവസഭയെ അപമാനിക്കാൻ, ദൈവമക്കളെ അപമാനിക്കാൻ മീഡിയകളുടെ മുമ്പിൽ വന്ന് ദൈവനാമത്തെ ദുഷിച്ച് കൊട്ടിഘോഷിക്കുന്ന പ്രൈസ്രോതായി നിന്റെ അറുതിയുടെ കാലഘട്ടമാണ്. ദൈവത്തോട് നീ വെല്ലുവിളിക്കരുത്, ദൈവത്തോട് നീ മത്സരിക്കരുത്. നിന്നെ സൃഷ്ടിച്ചവൻ യേശുവ, നിനക്ക് കഴിവ് തന്നത് യേശുവ, നിന്നെ നിർത്തിയിരിക്കുന്ന യേശുവ, നിനക്ക് ശ്വാസം തരുന്നത് യേശുവ, നിനക്ക് ജലം തരുന്നത് യേശുവ, നിനക്ക് വെളിച്ചം തരുന്നത് യേശുവ, നിനക്ക് ആരോഗ്യം തന്നതല്ല യേശുവ. എന്നിട്ട് നീ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിനക്കെതിരെ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇന്ന് വൈറലാകാൻ പരിശ്രമിക്കുന്ന ദൈവമക്കളെ അപമാനിച്ചിട്ടാ, ദൈവമക്കളെ കളിയാക്കിയിട്ടാ. അധികം നാളെ നീ വൈറലായി നിൽക്കത്തില്ല. ദൈവജനം ഒന്നിച്ചു മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനം ഒന്നിച്ചു മുട്ടുമടക്കി ഉപവസിക്കുമ്പോൾ നിനക്ക് പതനമുണ്ടാകും. ഹല്ലേലൂയ. നിന്റെ അധംപതനോട് സംഭവിക്കാൻ തുടങ്ങും. ഭീഷണിയാണോ? ഭീഷണിയൊന്നുമല്ല. ഞങ്ങൾ അനുഭവസ്ഥരൊക്കെ ആയതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. പലരും ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ ഒരു സഹോദരൻ ചോദിച്ചു, അവിടെ താമസിക്കുന്നത് ആരാ? അപ്പം ഒരു പാത്രം എടുത്ത് കൊട്ടിക്കാണിച്ചിട്ട് അങ്ങനെയുള്ളവരാന്ന് പറഞ്ഞു. അതിൻ്റെ കൊട്ടിപ്പാട്ടുകാരാണ്. പിന്നീട് അധികം കാലം പറയാനൊന്നും അവൻ അവസരം കൊടുത്തില്ല ദൈവം, കേട്ടോ. അധികം കാലമൊന്നും പറഞ്ഞില്ല. അതിന് മുമ്പ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുപോയി. ഹല്ലേലൂയ. ഞാൻ അന്നേ പറഞ്ഞു, പരിശുദ്ധാത്മാവിനോടെ കളിക്കുന്നത്, യേശുവിനോടെ കളിക്കുന്നത്, ദൈവത്തോടെ കളിക്കുന്നത് അപകടമാണ്. പക്ഷെ ജാതികൾക്കത് പ്രശ്നമല്ല. പക്ഷെ അവർക്ക് അന്നേരം കിട്ടുന്ന പണം മതി, അന്നേരം കിട്ടുന്ന പണവും ആ സമയത്ത് കിട്ടുന്ന സന്തോഷം മതി. എന്നാൽ നിത്യജീവന്റെ അവകാശികളായിരിക്കുന്ന ദൈവമക്കൾ മുട്ടുമടക്കിയാൽ ഹല്ലേലൂയ ഏത് ശക്തിയും തകരും. പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ, പിതാവായ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ഏകസത്യദൈവമായിരിക്കുന്ന ദൈവത്തിന്, ഏകസത്യദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെതിരെ നിൽക്കുവാൻ ഉലകശക്തികൾക്ക് കഴിയില്ല, കേട്ടോ. ഹല്ലേലൂയ. രാഷ്ട്രീയക്കാർക്കോ മതങ്ങൾക്കോ ഒന്നും കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു കച്ചവടച്ചരക്കല്ല, ഇത് ബിസിനസ് ഒന്നുമല്ല. ഇത് ജീവന്റെ പ്രമാണമാണ്. പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, അജ്ഞതയിൽ വീണ് കിടക്കുന്ന, അജ്ഞതയിൽ വീണ് കിടക്കുന്ന, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ മദ്യത്തിലും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ വെറുപ്പത്തിൽ അകപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോകുന്ന ഹല്ലേലൂയ ജനത്തിനെ പാപത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം നൽകിയ സത്വർത്തമാനമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് നിത്യജീവന്റെ വചനമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ വിശ്വാസികളെ ഉത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവാത്മാവ് ഈ വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്.
വിശ്വാസികളോടെ പലപ്പോഴും ഈ നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട്. അവിടെ നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ, അല്ലേലിയ, ഈ വചനം നമുക്ക് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി തന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് എന്ന് ഒരു വെല്ലുവിളിയോടുകൂടി ചോദിക്കുക. അതേ ശ്രോതാവേ, അതേ സഹോദര സഹോദരി, നിനക്കെതിരെ വെല്ലുവിളി കടന്നു വരുമ്പോഴേ നീ ദൈവവചനത്തെ മുറുകെ പിടിക്കണം. ദൈവവചനത്തെ നീ മുറുകെ പിടിച്ചാൽ നിന്റെ പ്രതികൂല ശക്തി തകരും. അല്ലേലേ, അതുകൊണ്ട് നമ്മെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വചനം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഞാൻ പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ദൈവത്തിന് ഇങ്ങനെ വാക്യം പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പം ചില സന്ദർഭങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നിന്ദിക്കപ്പെട്ട് വരുമ്പം, പരിഹാസങ്ങൾ വരുമ്പം, അപവാദങ്ങളൊക്കെ കടന്നു വരുമ്പോഴേ ഞാൻ ആ കർത്താവ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണെന്ന്. അല്ലേലിയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അല്ലേലിയ, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുന്നേ, ആഭിചാരവും മന്ത്രവാദം ഗൂഢശുദ്രസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും വിധത്തിൽ എന്നെ ഒന്ന് തളർത്താൻ ശ്രമിച്ച ചില വ്യക്തികളുണ്ട്. അല്ലേലിയ, അപ്പൊ ഞാൻ വചനത്തിലാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഞാൻ ലോകത്തിലും കൂടോത്തരും മന്ത്രവാദത്തിലും ആഭിചാരവും വിശ്വസിക്കുന്നില്ല. ആഭിചാരവും മന്ത്രവാദവും കൂടോത്തരും ശുദ്രവും ഒക്കെ ഉണ്ടെന്നേ, അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, അത് അവന്റെ ഭവനത്തിലേക്ക് തിരിച്ചടിച്ചു കൊടുക്കും. അല്ലേലിയ, അത് കേൾക്കുമ്പം അയ്യോ, നിനക്ക് വേണ്ടി ആഭിചാരം ചെയ്തു, മന്ത്രവാദം ചെയ്തു, കൂടോത്രം ശൂദ്രം ചെയ്തു, ഒഴിച്ചിൽ നടത്തി, അത് ചെയ്ത് ഇത് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളങ്ങ് മനസ്സാവിട്ട് പോയാലേ അത് നമ്മുടെ ഉള്ളിൽ ഭയം കൊണ്ടുവരും. അവിടെയാണ് നമ്മൾ അതിൽ അടിമപ്പെടുന്നത്. എന്നാൽ നിനക്കെതിരെ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ വരുമ്പോൾ വചനം പറയുന്നു, ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷത്തിൽ ഇസ്രായേൽ ഭരിക്കുകയില്ല. ഞാൻ വചനത്തെ മുറിവ് പിടിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഫലമായി പലതും തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. പ്രൈസലോ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. അല്ലേലിയ, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ പ്രാർത്ഥിക്കണം. നീ ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തോട് പറ്റിയിരിക്കണം. അല്ലേലിയ, അതുകൊണ്ടാണ് വചനം അവൻ എന്നോട് പറ്റിയിരിക്കുക. നമ്മൾ 91 സങ്കീർത്തനമൊക്കെ വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയുക, ഞാൻ ഉയർത്തും. അത്യുന്നതന്റെ മറയിൽ വസിക്കണം, സർവശക്തി നിഴലിൽ പാർക്കണം. അപ്പൊ ദൈവം നമ്മളെ എല്ലാ വിധത്തിലും സംരക്ഷണം ചെയ്ത് തൻ്റെ ഉള്ളക്കരങ്ങളിൽ വരച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ദൈവസഭ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം തൻ്റെ മുറിവേറ്റ ഉള്ളംകരത്തിൽ വഹിച്ചിരിക്കുന്നത്. അവൻ്റെ മുറിവേറ്റ കരം നിങ്ങളുടെ മുമ്പിൽ കിട്ടിപ്പിടിച്ചിട്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുക. അവൻ്റെ കരത്തിൽ നിങ്ങളെ പിടിച്ചെടുക്കുവാൻ, പിടിച്ചു പറിക്കുവാൻ ഈ ലോകത്തിൽ ഒരു ചെന്നായ്ക്കും ഒരു നായ്ക്കൾക്കും കഴിയില്ല. അല്ലേ? കാരണം നായ്ക്കളെ കുറിച്ചൊക്കെ 22-ാം സങ്കീർത്തനം വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അല്ലേ? അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അല്ലേ? എങ്കിലും പറയട്ടെ, ദൈവസഭ പരാജയപ്പെടില്ല. ദൈവസഭ ഒരിക്കലും പരാജയപ്പെടത്തില്ല. ലോക രാജ്യങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റാലും, ലോക രാഷ്ട്ര തലവന്മാർ ഒന്നിച്ചെഴുന്നേറ്റാലും, ഈ ലോക തീവ്രവാദ ശക്തികൾ ഒന്നിച്ചെഴുന്നേറ്റാലും ദൈവസഭ പതറിപ്പോകത്തില്ല. കാരണം അത് പാറമേൽ അടിസ്ഥാനമിട്ടതാണ്. എന്ത് പറയാ? ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമാണ്. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ക്രിസ്തു എന്ന പാറമേൽ ദൈവം നിന്നെ ഉറപ്പിച്ച് ഭൂമി വെച്ചിരിക്കുമ്പോൾ നിന്റെ അടിസ്ഥാനം ക്രിസ്തു എന്ന പാറമേലായതുകൊണ്ട് നിനക്ക് നേരെ എഴുന്നേൽക്കുന്ന ശക്തികൾ നിന്റെ മുമ്പിൽ തകരും, രക്തം ചെയ്യും. ഇന്നലകളിൽ നിന്നെയും അപമാനങ്ങളും പരിഹാസങ്ങളും ദൂഷ്യങ്ങളും വെല്ലുവിളികളും നിനക്ക് കടന്നു വന്നിട്ടുണ്ടാകാം. എൻ്റെ ഏരിയ പലരും നിന്നെ നിന്ദിച്ചിട്ടുണ്ടാകാം. അതൊന്നും ഓർത്ത് നീ ഭാരപ്പെട്ടു പോകണ്ട. ദൈവം നിനക്ക് അനുകൂലമാണ്, രക്തം ചെയ്യും. എൻ്റെ ഏരിയ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേലിയ സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വചനം പറയുന്നത് സ്തോത്രം, ഒന്നാമതായി ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് നിങ്ങൾ സ്ഥിരപ്പെടുത്തി ചിന്തിക്കുക. സ്ഥിരപ്പെടണം. ഒന്നാമത്തെ കാര്യം, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് നിങ്ങൾക്കൊരു സ്ഥിരത ഉണ്ടായിരിക്കണം. നമുക്ക് വിശ്വാസത്തിൽ സ്ഥിരതയില്ലാതെ പോയാലേ, അല്ലേലിയ, അല്ലെങ്കിൽ ഇരുമനസ്സായി പോയാൽ, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴിയിലൊക്കെ അസ്ഥിരത യാക്കോബ് പറയുന്നത്. അപ്പം വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം. ദൈവം നമുക്ക് അനുകൂലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലേലിയ, അത് നമ്മൾ വിശ്വസിക്കണം. ദൈവം നമുക്ക് അനുകൂലമാണെന്ന് നമ്മൾ സ്ഥിരതയോ എന്നുള്ള സ്ഥിരത അതിനെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. അല്ലേലിയ, ആമേ സ്തോത്രം. ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കണം. അല്ലേലിയ, ദൈവവചനം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ നമ്മൾ പഠിക്കണം. ദൈവാത്മാവ് നമ്മോട് എങ്ങനെയാണ് ഇടപെടുന്നത്, ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മനസ്സിലാക്കി നമുക്കെതിരെ എഴുതിക്കുന്ന വാഴ്ചകളും അധികാരങ്ങളെയും
ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളെയും അല്ലെങ്കിൽ ലോകാധിപതികളെ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയൊക്കെ നിന്റെ പ്രാർത്ഥന മതി തടയാൻ. അല്ലേ? ഒരു ശക്തി നിനക്കെതിരെ എഴുന്നേക്കത്തില്ല. ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കാതിരിപ്പാൻ കഴിയത്തക്ക നിലയിൽ അല്ലേലിയ നിന്റെ ഭവനത്തിലും ദൈവിക ദൂതന്മാർ കാവലുണ്ട്. രക്തം ചെയ്യും അല്ലേലിയ. അപ്പം ദൈവമക്കളുടെ ഭവനത്തെ എപ്പോഴും കാവൽ ചെയ്യുന്നത് ദൈവിക ദൂതന്മാരാ. അല്ലേലിയ. ഒക്കെ ഇവിടുത്തെ ഭൂമിയില അനുപതി ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ, ബാങ്കുകളിൽ ചെന്നാൽ, അതുപോലെ പണമിടപാട് അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വളരെ കർശനമായ രീതിയിൽ സെക്യൂരിറ്റി ഉണ്ടാവും. അല്ലേ? അതിനകത്ത് പ്രവേശിക്കുന്ന സെക്യൂരിറ്റിയുടെ അനുവാദം വേണം. അതിനകത്ത് അങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റില്ല. കാരണം അവിടെ അതിൻ്റെ പ്രസ്ഥാന സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ഭൂമി ദൈവമക്കൾക്ക് വലിയ സെക്യൂരിറ്റി ഉണ്ട്. അല്ലേ? ആശ്ചര്യമായ കണ്ടുകൊണ്ട് ലോകത്തിന് കാണാൻ കഴിയത്തില്ല, ആശ്ചര്യമായി കണ്ടുകൊണ്ട് നമുക്കും കാണാൻ കഴിയത്തില്ല. പക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റിയെ കാണാൻ കഴിയും. യാക്കോബയുടെ ദൂതന്മാർ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയും ഇറങ്ങിയിരിക്കുന്നുള്ള ദൈവിക ദർശനം വേണം നിനക്ക്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ ദൈവിക ദർശനമുണ്ടോ? ദൈവിക ദർശനത്തിലാണോ ജീവിക്കുന്നത്? ആ ദർശനമില്ലെങ്കിൽ വെളിപ്പാട് നിനക്കിൽ നീ അതിലേക്ക് മടങ്ങി വന്നിട്ട് ശത്രുവിനെ നീ തകർക്കണം. ദൈവം നിനക്ക് അനുകൂലമാണ്. അല്ലേലിയ. ദൈവം നിനക്ക് അനുകൂലമാണ്. ഞാനൊക്കെ ഈ ദൈവത്തിനുമായിട്ടൊക്കെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് വെല്ലുവിളികൾ. അപ്പം എനിക്ക് എന്നൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് ആ കാലഘട്ടത്തിൽ അറിയില്ല. പിന്നെ വചനം പഠിച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി സാത്താൻ എല്ലില്ലാത്തവനാണെന്ന് മനസ്സിലായി, അവൻ നട്ടെല്ലില്ലാത്തവനാണെന്ന് മനസ്സിലായി, അവൻ ഒരു പരാജയ ശക്തി തകർന്നവനാണ്, ആമൻ ധരിപ്പണമായ അവനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിശാചിനെ നിങ്ങൾ പേടിക്കരുത് കേട്ടോ. അവൻ സൂത്രവനെ ഭയപ്പെടുത്തും, പക്ഷെ അവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. യേശുവിൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സാത്താൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അല്ലേലിയ. അപ്പം നമ്മൾ കർത്താവിൽ വിശ്വസിക്കണം. അല്ലേലിയ. നിങ്ങളുടെ പാപങ്ങളെയും അക്രമങ്ങളെയും നിങ്ങൾ ദൈവത്തിനൊന്ന് വേർതിരിക്കരുത്. നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ അക്രമങ്ങളും നിങ്ങളെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കരുത്. അല്ലേലിയ. നമ്മെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി പിശാച് അശുദ്ധമായ ചിന്തകൾ കൊണ്ടുതരും, അശുദ്ധമായ വഴികൾ കാണിച്ചു തരും, അശുദ്ധമായ പാതയിലൂടെ നമ്മെ കൊണ്ടുപോകും. നമ്മൾ അതിലേക്ക് വീഴുമ്പോൾ നമ്മൾ ദൈവത്തിനുള്ള ബന്ധം നഷ്ടപ്പെടും. അല്ലേലിയ. അപ്പം നമ്മളെ ദൈവിക ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുക എന്നുള്ളതാണ് പിശാചിൻ്റെ പണി. അപ്പം പറയും, നീ ഇങ്ങ് പോരെ, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്, ഞങ്ങൾ കരുതിക്കോളാം, ഇവിടെ എന്താ കുറവ്, ഇവിടെ എല്ലാം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നിന്നെ നോക്കാൻ അറിയാം എന്നൊക്കെ സാത്താൻ പറയും. പക്ഷേ വിശ്വാസത്തിൽ നിലനിന്നോണം കേട്ടോ. ദൈവിക ബന്ധത്തിനെ വേർപെടുത്താൻ വേണ്ടിയിട്ട് ജഡത്തിന് അഭിരുചി നൽകുന്ന അനുഭൂതി ചിന്തകളും മോഹങ്ങളും പിശാച് കൊണ്ടുവരും. അല്ലേ? അതിൽ നീ വീണ് പോകരുത്. ദൈവത്തിനെ വേർപിരിക്കുന്ന പാപങ്ങൾ നിന്നിലേക്ക് കടന്നു വരുമ്പോൾ അവയെ നീ അകറ്റിക്കളയണം. യേശുവിൻ്റെ നാമത്തിൽ നീ അകറ്റിക്കളയണം. രക്തം ചെയ്യും. അല്ലേലിയ. രക്തം. നമ്മളിപ്പോഴും യേശുവിൻ്റെ രക്തത്തിൽ ജീവിക്കണം. അല്ലേലിയ. ദൈവമക്കളെ യേശു രക്തത്താൽ ശുദ്ധീകരിച്ചത് കൊണ്ട് ആ രക്തത്തിൻ്റെ ശക്തി എപ്പോഴും നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അല്ലേലിയ. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആത്മാവിൽ ദൈവത്തിന് സ്തുതിക്കണം, സ്തോത്രങ്ങൾ പറയണം. അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ അന്യഭാഷ പറഞ്ഞ് സ്തുതിക്കണം. അന്യഭാഷ ലഭിച്ചിട്ടില്ലാത്തവർ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരാത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കണം, തിരുവെഴുത്ത് വായിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തോട് ചേർന്ന് എപ്പോഴും പറ്റിയിരിക്കണം. അല്ലേലിയ. നമ്മളെപ്പോഴും പിതാവിനോട് പറ്റിയിരിക്കണം, യേശുവിനോട് പറ്റിയിരിക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നാൽ ഒരു ശത്രുവും നമ്മൾ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അല്ലേലിയ, നിങ്ങളെ ദൈവത്തിൽ നിന്നും വേർതിരിക്കുന്ന പാപങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളതിനെ അകറ്റണം. അല്ലേലിയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിൽ നിങ്ങളെ വേർതിരിക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ നിങ്ങളതിനെ അകറ്റിക്കളയണം. അല്ലെ? യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളെ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരണം. ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ അപഹരിക്കുവാൻ ആർക്ക് സാധ്യമല്ല. നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളെ ദൈവത്തിന് പിടിച്ചുകൊണ്ടു പോകുവാൻ ഈ ലോകത്തിലെ ശക്തികൾക്ക് കഴിയില്ല. രക്തം ചെയ്യും. കാരണം വീണ്ടെടുപ്പിൻ്റെ സന്തോഷം പ്രാപിക്കുന്ന ദൈവമക്കൾ അല്ലേലിയ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ഈ കാണുന്ന ലോകം അല്ലെങ്കിൽ അധംപതനത്തിലേക്ക് പോയിക്കൊണ്ടി നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്ന വലിയ ഭൂകമ്പം, അല്ലെങ്കിൽ ഞാമറിലൊക്കെ ഉണ്ടായ വലിയ ഭൂകമ്പം നമ്മൾ കണ്ടില്ലേ?
വലിയ 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 സൗധങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന കണ്ടില്ലേ? റോഡൊക്കെ പിളർന്നു പോകുന്ന കണ്ടില്ലേ? മതിലുകളൊക്കെ റോഡുകളൊക്കെ പൊട്ടിത്തും വെള്ളങ്ങളൊക്കെ എന്താ കണ്ടത്? വാഹനം ഓടിക്കത്ത്, ജനത്തിന് റോഡിൽ നിൽക്കത്തില്ല, അത്രമാത്രം വലിയ ഭൂകമ്പങ്ങൾ. ഇതൊക്കെ യെശയ്യാ പ്രവാചകനൊക്കെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരുമെന്ന് അല്ലൊരു 2 തിമോഥെയോസിന്റെ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും മഹാവ്യാധികളും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കും. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, സുനാമികൾ. അല്ലെങ്കിൽ സുനാമി വേദത്തിൽ എഴുതിയിട്ടില്ല കേട്ടോ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കടന്നു വരുമെന്ന് എല്ലേലിയ. ഇതെല്ലാം കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമാണെന്ന് നിങ്ങൾ വെല്ലുവിളിച്ച് പറയണം. നീ സാത്താനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞ ശ്രോതാവ്, യേശു എനിക്ക് അനുകൂലമാണെന്ന് പറയണം. കരഞ്ഞ് വിലപിച്ച് കണ്ണീരോടുകൂടി, സങ്കടത്തോടുകൂടി, ജീവിതത്തിൽ തകർന്നു നിന്ന് ഓർത്ത് മരണത്തിന്റെ വാതിലൂടെ കടന്നു പോകുന്ന സഹോദര എനിക്ക് ശ്രോതാവി, ദൈവത്തിന്റെ ആത്മാവ് പറയും ദൂത് നിന്റെ സങ്കടവേളയിൽ നിനക്ക് വിളിച്ചു പറയാൻ കഴിയുമോ? ദൈവം എനിക്ക് അനുകൂലം, പിന്നെ പ്രതികൂലമാരെന്ന്. അല്ലേരിയ, നീ പിശാചിനെ വെല്ലുവിളിച്ചു, ദൈവം എനിക്ക് അനുകൂലമാണ്, നിനക്ക് എന്തോ ചെയ്യാൻ കഴിയുമെന്ന്. അല്ലേരിയ. നമ്മൾ സാത്താനൊക്കെ വെല്ലുവിളിക്കണമെന്നേ. സാത്താനൊക്കെ വെല്ലുവിളിക്കാനുള്ള ആത്മാവിൻ്റെ ശക്തി നമുക്ക് വേണം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവവചനം നിൽക്കണം. യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ നാം വിശ്വസിച്ച് പ്രതികൂലങ്ങളെ തരണം ചെയ്യണമെങ്കിൽ, വെല്ലുവിളികളെ തരണം ചെയ്യുന്നെങ്കിൽ ജീവിത വിശുദ്ധി എപ്പോഴും കാത്തുകൊള്ളണം. ജീവിത വിശുദ്ധി, ജീവിതത്തിൽ അശുദ്ധി പ്രവേശിക്കരുത്. ഹല്ലേലൂയ. ഒരു ദൈവത്തിൻ്റെ വചന ജീവിതത്തിൽ അശുദ്ധിയില്ലാതെ വിശുദ്ധ ജീവിതം നയിക്കണം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗഭോഗങ്ങളിലൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്ന് ഗലാത്യലേഖനം 5:24 വായിക്കുന്ന പോലെ നമ്മൾ ക്രിസ്തുവേശുവിനുള്ളവരായാൽ ജഡത്തിൻ്റെ രാഗഭോഗങ്ങളെ ക്രൂശിക്കണം. ഹല്ലേലൂയ. ജഡത്തിൽ രാഗഭോഗങ്ങൾ വളരുവാൻ നീ അവസരം കൊടുക്കരുത്. പിശാചിന് നീ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ദൈവ മക്കളെ മുന്തിരിച്ചെടിയും വള്ളിയും അല്ലെങ്കിൽ ഒന്നിനോടൊന്ന് എപ്രകാരം പിണഞ്ഞിരിക്കുന്നുവോ അതുപോലെ ദൈവവും നിങ്ങളോട് ബന്ധം പുലർത്തുന്ന പുലർത്തുന്ന സാഹചര്യമാണ്. അതാണ് നമ്മൾ ദൈവത്തിന്. അപ്പം മുന്തിരി വള്ളി അതിൻ്റെ കൊമ്പുകൾ എങ്ങനെ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് പോലാണ് ദൈവമക്കളും അല്ലെങ്കിൽ സ്തോത്രം ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധം. അല്ലെങ്കിൽ അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 15-ാം അധ്യായം 15-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. അല്ലേ, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ മുന്തിരിവള്ളിയും കൊമ്പുമായിട്ട് ഒന്നിച്ച് ഇവിടെ മുന്തിരിവള്ളി അല്ലെ സ്തോത്രം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പം മുന്തിരിവള്ളി ആയിരിക്കുന്ന യേശുവിനോട് ചേർന്ന് നമ്മൾ ഇരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവതരണം. ആകയാൽ നിങ്ങൾ ധൈര്യമായിരിക്കണം, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് വചനം കേൾക്കുന്ന മാതാപിതാവേ, നീ കടന്നു പോകുന്ന സങ്കടങ്ങൾ, നിന്റെ വേദനകൾ, ദുഃഖങ്ങൾ അറിയുന്ന ഒരുവനുണ്ട്. അത് നീ സന്തോഷിക്കണം, നീ പ്രത്യാശിക്കണം, നീ ആനന്ദിക്കണം. പരാജയത്തിന് നീ തകരാതെ പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ധൈര്യമായിരിക്കണം, പ്രത്യാശയോടുകൂടി ഇരിക്കണം. ഒരിക്കലും അല്ലെങ്കിൽ ക്ഷീണിക്കാത്ത വിധത്തിൽ വിശ്വാസത്തോടുകൂടി മുന്നേറി വരണം. ഹല്ലേലൂയ. ക്ഷീണിക്കാത്ത വിധത്തിൽ നിന്നെക്കുറിച്ച് അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കും, നിന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കും, നിന്നെക്കുറിച്ച് നീ പറഞ്ഞിട്ട് പോലില്ലാത്ത കാര്യങ്ങൾ നീ പറഞ്ഞു വന്ന് നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ജനം വരുന്നു. ഹല്ലേലൂയ. നീ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, നീ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, നീ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ ഈ നാട് അല്ലെങ്കിൽ ഈ ജനം, ഈ ലോകം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്നെ തകർക്കുവാൻ, നിന്നെ തൊടുവാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. ദൈവം നമുക്ക് അനുകൂലമായി നിന്നത് നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ ദൈവം മാറ്റിത്തരും. നിനക്കെതിരെ പ്രതികാരമായി എഴുന്നേൽക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ ന്യായയുടെ കരം വെളിപ്പെടുകയും ചെയ്യും, രക്തം ചെയ്യും. അപ്പൊ നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മളെപ്പോഴും വിശ്വാസത്തിൽ മുന്നേറി ചെല്ലണം, വിശ്വാസത്തിൽ ക്ഷീണിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ നടക്കണം, രക്തം ചെയ്യും. നമ്മൾ യേശുവിനോട് കൂടെ നടക്കണം. ഹല്ലേലൂയ. നടക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ജയം ഉണ്ടാകും, അല്ലെങ്കിൽ ജയത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദാവീദിന്റെ വിജയത്തിന്റെ രഹസ്യമെന്ത്?
അല്ലെങ്കിൽ സ്തോത്രം പൗലോസിന്റെ ജീവിതത്തിന്റെ രഹസ്യം എന്ത്? പഴയ നിയമ വിശുദ്ധന്മാരെ പലരും നമ്മൾ പരിശോധിച്ച് അവരുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്താ? അവരെല്ലാം ദൈവത്തോട് ചേർന്നിരുന്നു. അല്ലെങ്കിൽ പഴയ നിയമ ദാവീദൊക്കെ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയാളാണ്. അല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെ നിന്നത്? അവരൊക്കെ ദൈവത്തോട് ചേർന്നിരുന്നു, ദൈവത്തോട് പറ്റിയിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രതികൂലങ്ങളെ അവർക്ക് ജയിക്കാൻ പറ്റി. ഇവിടെ അപ്പോസ്തലനായ പൗലോസും പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുകയല്ല ചെയ്തത്, ദൈവത്തോട് ചേർന്നിരുന്നു. ഹല്ലേലൂയ. അപ്പം സ്തോത്രം ഇവിടെ സ്തോത്രം അതിൻ്റെ കാരണം പൗലോസിന്റെ ഒക്കെ ജീവിതത്തിന്റെ രഹസ്യം അത് തന്നെയാണ്. ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ആരാഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം. ദൈവം നമുക്ക് അനുകൂലമാണോ എന്ന് എപ്പോഴും നമ്മൾ ആരാഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം, ശ്രദ്ധിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് യുദ്ധത്തിനായിട്ട് നിങ്ങൾ പുറപ്പെടണം. ദൈവം നമുക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കി അത് നമ്മളെ വിളി സ്ഥിരപ്പെടുത്തിയിട്ട് നമ്മൾ യുദ്ധത്തിന് തയ്യാറാകണം. അല്ലേ? എന്ത് യുദ്ധമാണ്? പ്രാർത്ഥന യുദ്ധം. അല്ലേ? ആയുധമില്ലാത്ത യുദ്ധം. അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദരനെ, ദൈവമക്കൾ യുദ്ധം ചെയ്യും. അല്ലേ? ദൈവമക്കൾ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാ? ജാതികൾ ഈ ലോകത്തിന്റെ ആയുധങ്ങൾ എടുത്ത് യുദ്ധം ചെയ്യുന്നത് പോലെ അല്ല. ദൈവമക്കൾ യുദ്ധം ചെയ്യുന്നത് ദൈവത്തിന്റെ സർവായുധം ധരിച്ചുകൊണ്ട് അവർ മുട്ടിമിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അല്ലേ? അവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ശത്രു പരാജയപ്പെടും. അത് ശത്രുക്കൾ കാണും യേശുവിനും ദൈവം നമുക്ക് അനുകൂലമാണ്, രക്തം ചെയ്യും. അല്ലേരിയ. ഇവിടെ നാം ദൈവസന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അല്ലേരിയ. സ്തോത്രം. അല്ലേരിയ. നമ്മുടെ ജീവിതത്തിനകത്ത് നാം ധൈര്യത്തോടും കൂടി യുദ്ധം ചെയ്ത് വിജയം വരിക്കും. അല്ലേരിയ. കാരണം ദൈവം പൗലോസിന് അനുകൂലമായിരുന്നു. ദൈവം അല്ലേരിയ നമുക്കും അനുകൂലമാണ്. പൗലോസിനെ എതിർത്തവരെ അല്ലേരിയ സ്തോത്രം. അല്ലേരിയ. എതിർത്തിരി ഒരുപക്ഷെ ഈ ലോകത്തിന്റെ സിംഹമായിരിക്കാം, കന്യയായിരിക്കാം. ദാവീദിന് ആ കാലഘട്ടത്തിൽ എതിരായിരുന്നത് സിംഹം കന്യ. അല്ലേ? എന്ന് പറഞ്ഞവിടെ പൗലോസിന് ഒരുപക്ഷെ ഈ സമയത്ത് നേരിടുന്നത് ഈ സിംഹത്തിന്റെയും കരടിന്റെയും ശക്തികളായിരിക്കും. ഈ കാലഘട്ടത്തെ ദൈവസഭയെ നേരിടുന്നത് സിംഹത്തിന്റെയും കരടിന്റെയും ശക്തികളായിരിക്കും. അല്ലേ? അവിടെ നമ്മൾ ധൈര്യമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ പ്രതിയോഗിയായിരിക്കുന്ന പിശാചലറുന്ന സിംഹം എന്ന പോലെ അല്ലേലിയ ആരെ വിഴുങ്ങിണ്ടെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്ന അല്ലേലിയ. അവിടെ നമ്മുടെ പ്രതിയോഗിയായി പിശാചെന്ന് ഉണ്ടല്ലോ, അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങിടുന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പറയണം, എൻ്റെ സാത്താനെ എനിക്ക് ദൈവം അനുകൂലമാണ്, പിന്നെ നിനക്ക് എന്തോ ചെയ്യാൻ കഴിയും. അല്ലേ? ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വീട്ടിലിരിക്കുമ്പോഴും പറയും, സാത്താനെ നിനക്ക് എന്തോ ചെയ്യാൻ പറ്റും. ഞാൻ യേശുവിൻ്റെ വചനം പ്രസംഗിക്കുന്നു, യേശുവിനെ ആദരിക്കുന്നു, യേശുവിനെ അനുസരിക്കുന്നു, യേശുവിനോട് ജീവിക്കുന്നു, ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു, നിനക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റും? അല്ലേ? പിശാച് ലജ്ജിച്ചു പോവല്ലാതെ അവന് വാക്ക് പറയാൻ പറ്റത്തില്ലെന്ന്. അല്ലേ? ഇത്ര നാണം കെട്ടവൻ. അല്ലെ? പിശാചിനെ പോലെ നാണം കെട്ടവരും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലേ? അവൻ അതം പതിച്ചവൻ, വെട്ടേറ്റ് വീണവനാ. സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണ അതം പതിച്ചു പോയ അവൻ ചുള്ളിക്കൊമ്പാണവൻ. ഏരിയ നട്ടലില്ലാത്തവനാ പിശാച്. പിന്നെ നീ അവനെ കണ്ട് പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ കേൾക്കുന്ന സാറോ, നീ പിശാചിനെ കണ്ട് പേടിക്കരുത്, നീ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ മതി. എൻ്റെ ഏരിയ സ്തോത്രം. അല്ലേരിയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ പറയുന്നത് അല്ലേരിയ സ്തോത്രം, നിങ്ങൾ രാക്ഷസനായ ഗോലിയാത്തിനെ സ്തോത്രം ദാവീദ് നേരിട്ടതുപോലെ നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന രാക്ഷസന്മാരെ. എൻ്റെ ഏരിയ ദാവീദിന് നേരെ കടന്ന രാക്ഷസനെ പോലിരിക്കുന്ന ഗോലിയാത്ത് ദാവീദിന് നേരെ വന്നു. പക്ഷെ ദാവീദ് എന്ത് ചെയ്തു? അവനെ തകർത്തവന്റെ തല വെട്ടി എന്നുള്ളതാണ്. അല്ലേരിയ. അപ്പം നമുക്ക് നേരെ കടന്ന ചില രാക്ഷസന്മാരുണ്ട്. ദൈവസഭയ്ക്ക് നേരെ എഴുന്നേൽക്കുന്ന, ദൈവമക്കൾക്ക് നേരെ എഴുന്നേൽക്കുന്ന ദൈവിക ശുശ്രൂഷകൾ അല്ലിയ ദൈവവചനത്തിന്, ദൈവമക്കൾ നന്മയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണത്തെ ചോദ്യം ചെയ്യുന്ന ചില രാക്ഷസന്മാർ. അല്ലേരിയ. ചിലരെ കണ്ട രാക്ഷസന്മാരെ കൊണ്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങൾ ആ മുഖത്ത് നോക്കിയാൽ അറിയാം. അല്ലേരിയ. അങ്ങനെയുള്ള രാക്ഷസന്മാർ എഴുന്നേൽക്കുമെന്ന്. അല്ലേരിയ. രാക്ഷസന്മാരെ ഒന്ന് കണ്ട് ഭയപ്പെടണ്ട കേട്ടോ. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത നമ്മൾ ദൈവത്തിന് മക്കളാണ്. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന് ആത്മാവിനെ തന്നിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന് കേട്ടുന്ന സഹോദരങ്ങളെയും പറയട്ടെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ പറയട്ടെ, പ്രഭാതത്തിൽ നീ ചിന്തിക്ക്, പ്രഭാതം നീ ഓർമ്മി വചനം ധ്യാനിക്ക്. ദൈവം നിനക്ക് അനുകൂലമാണെന്ന് നീ പറ. അല്ലെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ഭർത്താവിനെ നോക്കി പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഭർത്താക്കുമ്പോൾ ഭാര്യ നോക്കി ദൈവം നിനക്ക് അനുകൂലമായി പറയണം. ഭാര്യ ഭർത്താക്കൾ മക്കളെ നോക്കിയിട്ട് പറയണം, അല്ലെങ്കിൽ ദൈവം മക്കൾക്ക് അനുകൂലമാണ്.
അല്ലെങ്കിൽ സ്വന്തം മക്കൾ അപ്പനമ്മമാരെ അനുകൂലമാണ്. ദൈവം അപ്പനമ്മയ്ക്ക് അനുകൂലമാണ്, പരസ്പരമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഭവനത്തിലകത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായിരിക്കണം. അല്ലേലൂയ. നമ്മുടെ ഭവനത്തിന് ഈ ലോകത്തിൻ്റെ കാട്ടാളന്മാർക്ക് കയറിയിറങ്ങാൻ അവസരം കൊടുക്കരുത്. അല്ലേലൂയ. പണ്ടൊരിക്കലും ഒരു വീട്ടിൽ അല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്ക് ചെല്ലുമ്പോൾ അല്ലേലൂയ ആ വീട്ടിലേക്ക് ഒരു 10-15 ചെറുപ്പക്കാരെന്നും വരിക. അല്ലേലൂയ. ആ ചെറുപ്പക്കാരും മാത്രം വീട്ടിൽ സ്വസ്ഥതയില്ല, അവർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, തന്നെ പൊക്കോളൂ എന്ന് പറയും. അങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനെല്ലാം പാടെ ദൈവം മാറ്റി തന്നു. അല്ലേ? അതുപോലെ ദൈവമക്കളുടെ ഭവനത്തിനകത്ത് കാട്ടാളന്മാർ കയറരുത്, രാക്ഷസന്മാർ കയറരുത്. അല്ലെങ്കിൽ ശത്രു സൈന്യം നമ്മുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കും, അതിനെ നമ്മൾ ജയിക്കണം. അല്ലേലിയ. നമ്മൾ ജയാളികളാണ്. അല്ലേലിയ. വീണ്ടും ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേലിയ, നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നത് ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ ചൂണ്ടുവിരൽ പോലും തൊടുവാൻ ആർക്കും കഴിയില്ല. ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ട് നമ്മുടെ ചൂണ്ടുവിരലെ പോലും തൊടാൻ കഴിയില്ല എന്നാണ് സാത്താൻ. അല്ലേലിയ. അത്ര സുരക്ഷിതമാണ്, അത്ര കവചമാണ് ദൈവം നമുക്ക് തരുന്നത്. അല്ലേലി. നമുക്കറിയാം, നമ്മുടെ ഈ പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ എയർപോർട്ടിലുള്ള അവർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എവിടെയാണോ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റൊക്കെ എവിടെയാണോ ഇറങ്ങുന്നത്, ആ ഇറങ്ങുന്ന സ്ഥലത്ത് എത്രമാത്രം സുരക്ഷയായിരിക്കും അല്ലേ? അത് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ മറ്റു രാജ്യത്ത് ഇറങ്ങി വരും. അവരുടെ ആ പ്രതിനിധികൾ നമ്മുടെ രാജ്യത്ത് വളരെ വലിയ സുരക്ഷയെ കൊടുക്കുന്നത്. അല്ലേ? കാരണം വീഴ്ച പോലും കടക്കാത്ത വിധത്തിൽ വലിയ സുരക്ഷ കൊടുക്കും. അല്ലേ? എന്തിനാണ് അവർക്ക് ആ വരുന്നവരെ സൂക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെയാണ് ദൈവം നമുക്ക് തരുന്ന സുരക്ഷ ലോകം തരുന്നതിനേക്കാൾ ശക്തമേറിയതാണ്. അല്ലേ? അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കരക്കിലായിരിക്കണം. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് 118 സംഗീതത്തിന്റെ 6 വാക്യത്തിൽ വായിക്കുന്നത്. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ വായിക്കുന്നു അല്ലെങ്കിൽ 118 6 വാക്യത്തിലാണ് യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യും. അപ്പം ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്നേ, പിന്നെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? മനുഷ്യൻ നമ്മളെ എന്തോ ചെയ്യാനും, മനുഷ്യൻ നമ്മളൊന്നും ചെയ്യത്തില്ല. അവൻ വന്നിരുന്ന് അതുമൊക്കെ കൊഞ്ഞനം കുത്തി കാണിച്ചു പോകും. അല്ലേരിയ. പിശാചിന് പണി തന്നെ കൊഞ്ഞനം കുത്ത. അല്ലേരിയ. അത് ഈ ലോകം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലേരിയ. അപ്പോൾ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് ആമി നമുക്കറിയാം സ്തോത്രം. അല്ലേരിയ. ആമി കൃത്യമായിട്ട് നാം പറഞ്ഞാൽ അല്ലേരിയ സ്തോത്രം, ആമി നമ്മെ കാത്തു സൂക്ഷിക്കുന്ന അനുകൂലമായ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് ഈ 118 സംഗീതം 6 വാക്യം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ ആ അനുഭവത്തിൽ നിന്ന് രേഖപ്പെടുന്നു കേട്ടോ. അല്ലേലിയ. വീണ്ടും ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അല്ലേലിയ. എന്നും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ തിരിച്ചറിയണം. അല്ലേലിയ. കർത്താവിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് എനിക്ക് വിരോധമായി ചുറ്റും പാമി ഇറങ്ങിയിരിക്കുന്ന ശത്രുക്കളെ, അതാണ് നമ്മൾ സ്തോത്രം വചനമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയല്ലേലിയ സ്തോത്രം. അല്ലേ? നാം ദൈവത്തിലേക്ക് വരുമ്പോൾ 3-ാം സംഗീതത്തിലേക്ക് വരുമ്പോൾ 3-ാം സംഗീതത്തിന് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു സ്തോത്രം. 3-ാം സംഗീതം 6-ാം വാക്യത്തിൽ പറയുന്ന വാക്യം അവിടെ ഇങ്ങനെയാണ്. അല്ലേലൂയ സ്തോത്രം. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. അല്ലേ? ദാവീദ് പറഞ്ഞു, എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ അല്ലേലൂയ ഞാൻ ഭയപ്പെടുകയില്ല. അല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മളത് ജനത്തെ ഭയപ്പെടണ്ടേ? കാരണം നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ശത്രുഗണങ്ങളുണ്ട്. അല്ലേലിയ. നമ്മളവരെ ഭയപ്പെട്ട് ജീവിക്കാനല്ല, അവരും വിജയിച്ച് ജീവിക്കണം. അല്ലേലിയ. അതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നോട് നമ്മോട് കൂടിയിരിക്കുന്നിടത്തോളം കാലം ഒരനർത്ഥവും നമുക്ക് വരത്തില്ല. നീ ദൈവത്തെ വിട്ടുമാറുമ്പോഴാണ്, പ്രമാണം വിട്ടു മാറുമ്പോഴാണ്, ഉപദേശത്തിൽ നിൽക്കാതെ വരുമ്പോഴാണ്, അശുദ്ധിൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് നിനക്കെതിരെ പ്രതികൂലങ്ങൾ എഴുതേക്കുന്നത്. ഇന്ന് പകൽ സമാധാനമില്ലാതെ, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ അതിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, ദൈവം നിനക്ക് അനുകൂലമാണെന്ന് നിനക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ മക്കളെയും തലമുറയും നീ യേശുവിൻ്റെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവനാമത്തേക്ക് മടങ്ങി വരണം. ലേലിയ. അപ്പം ദൈവം നിനക്ക് അനുകൂലമാണ്. കർത്താവ് എല്ലാ തിന്മകളും നിങ്ങളെ വിടിവിച്ച് ആമി സുരക്ഷിതത്വം നൽകുക തന്നെ ചെയ്യും. അല്ലേലൂയ. പ്രഭുക്കന്മാർ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പൊ യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. അല്ലേലൂയ. സംഗീതക്കാരൻ പറയുക, പൗലോസ് പറയുക, ദൈവം നമുക്ക് അനുകൂലമാണ്.
ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് 46 സംഘം 2-3 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടത്തില്ല. എത്ര ധൈര്യം തരുന്ന വചനങ്ങളാ! ഏത് തകർന്ന അനുഭവത്തിലും വീണു പോകുന്ന സാഹചര്യത്തിലും നമ്മെ ബലപ്പെടുത്തുന്ന വചനം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം. വചനം 2-3 വാക്യങ്ങളിൽ പ്രകൃതി ശക്തികൾ ഇളങ്ങി മറിഞ്ഞാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന നിർഭയമായിരിക്കും എന്ന് പറയുക. ഹല്ലേലൂയ. 2000 ഗുജറാത്തിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഭൂചലനം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഭയാനകമായി ഭൂകമ്പവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അതിലൊക്കെ ദൈവമക്കൾ സുരക്ഷിതമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വരും, അവിടെ ഒന്നും നീ പതറിപ്പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു നിനക്ക് തന്നെ ഉറപ്പുണ്ടായിരിക്കണം. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. റോമലേഖനം 8:31. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഇന്ന് പോലും വചനം കേൾക്കുന്ന ശ്രോതാവി എന്നോടൊപ്പം പറയൂ: ദൈവം എനിക്ക് അനുകൂലമാ, ദൈവം എൻ്റെ കുടുംബത്തിന് അനുകൂലമാ, ദൈവൻ്റെ മക്കൾക്ക് അനുകൂലമാ, ദൈവൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമാ, ദൈവം എൻ്റെ ഭർത്താവിന് അനുകൂലമാ, എൻ്റെ അപ്പനും അമ്മയ്ക്ക് ദൈവം അനുകൂലമാ, ഞങ്ങളുടെ വിദേശത്തുള്ള ദൈവമക്കൾക്ക് ദൈവം അനുകൂലമാണെന്ന് നീ പറ. ലോകശക്തികൾ നിന്നെ തകർക്കാൻ ശ്രമിക്കും, പക്ഷെ ദൈവം നിന്നെ ഉണർത്തും. ലേലിയ കണ്ണുകളടച്ചാട്ട ജീവിതത്തിൽ നിരാശപ്പെടുന്ന, സങ്കടപ്പെടുന്ന വ്യക്തികൾ പറയട്ടെ: ദൈവം ഇന്ന് പകൽ അനുഗ്രഹിക്കും. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3 കോടി തലമുറ എണ്ണത്തിൽപ്പെടാത്ത 5 സംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 243 കോടി ജനങ്ങൾക്കായി ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിൽപ്പെടാത്ത ഓർത്ത് പ്രാർത്ഥിക്കും. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണങ്ങൾ, മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ടൈം മേഖലയായിരിക്കും സകല ജനതയും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, എല്ലാ ഭരണ സംവിധാനങ്ങൾ വഹിക്കുന്നവർ കർത്താവിന്റെ കർശനം, യോഗസൻ, നാവികസന അധികാരത്തിൽ അതിർത്തികൾ കർത്താവ് ക്രമസമാധാന പാലകരെ, നിർമ്മാണം നിൽക്കെതിരെ രഹസ്യാത്മകളെ, പോലീസ് ചർച്ചുകൾ, കർത്താവ് എക്സൈസ് ഫോഴ്സ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ സഹനമ്പരും പൊതുവെ ആരോഗ്യ വിദ്യ സാമ്പത്തിക മേഖലയായിരിക്കുന്ന എല്ലാ ഭാഗ്യ മേഖലയും ജനത്തിനായി, എല്ലാ ഭരണപ്രദേശ പാർട്ടികളെ, എല്ലാ മാതൃകത്തായി സമ്മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന എല്ലാവരും സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, കരയിലും കടലും ആകാശമാർക്കും വാഹനം പിടിക്കും വാഹന യാത്ര നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ക്ഷണികം നിൽക്കാനും മോട്ടോർ യൂണിയനൊക്കെ എല്ലാ ടാക്സി ട്രൈൽസ് എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും കടലോര വാസികളെ മത്സ്യത്തിൻ്റെ ആടുകാട്ടിൽ കടന്നു പോയിരിക്കുന്നവർ ഹല്ലേലൂയ ശക്തൻ ചെയ്യ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ വഴിയോര കച്ചവടക്കാരെ, വലിയ വ്യാപാരികളെ, കർത്താവായിരിക്കുന്ന ജനത്തെയും കർത്താവ് വയലിലും മണ്ണിലും കർത്താവ് വയലിലും പാറയിലും കർത്താവ് മണ്ണിലും പണിയെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടയും പണിയെടുക്കുന്ന എല്ലാ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശത്തെ കഷ്ടം സഹിക്കുന്നവർ, മഴ വേദന സാലറി കിട്ടാൻ മടങ്ങി സാലറി കിട്ടാതെ ഭാരപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ട് വിസയ്ക്ക് ആഗ്രഹിക്കുന്നവർ, പാസ്പോർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കുന്നു. ദേശം കണ്ണീരിൽ കിടന്ന് വലിയ കുടുംബീരാനും എല്ലാവരും വിടിവിക്കണമേ. അല്ലെങ്കിൽ ഐശ്വര്യം ബാലികവുമായി യൗവനത്തിലും വാർദ്ധക്യനും നിരാനുവൃത്ത അച്ഛനെ യാചോഫന ജോലിയിൽ തടവറയിലായിരിക്കുന്ന ജനത്തിനെ പ്രാർത്ഥന ക്ഷീരമേഖല കാർഷികമേഖലയായിരിക്കുന്നവർക്കായി പ്രാർത്ഥന വിവാഹ ജീവിതത്തിൽ ചിന്ന ഭിന്ന അനുഭവങ്ങൾ ഉപേക്ഷിച്ച് കിടക്കുന്ന എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കണമേ. കടക്കണിയിൽ കടന്നു പോകുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, ജീവിതത്തിൽ വിവിധ പരാജയങ്ങൾ കടന്നു പോകുന്ന എല്ലാ ജനത്തെ വിളിക്കണം. തലമുറയെ നശിപ്പിക്കുന്ന, തലമുറയിൽ വ്യാപരിക്കുന്ന സ്കൂൾ, കോളേജ്, ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ ലഹരി പദാർത്ഥം കൊണ്ട് തലമുറയെ നശിപ്പിക്കാൻ ശ്രമിക്കും ദുഷ്ടശക്തികളെ, ഇവരുടെ മയക്കുരൂപികളെ, മദ്യരൂപികളെ സന്ദർശിക്കണമേ. തലമുറകളെ ദൈവം സംരക്ഷിക്കും, സൂക്ഷിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജനത്തെ തകർക്കുന്ന, ദൈവമക്കളെ തകർക്കുന്ന സാത്താന്യ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമാണ് വിശ്വസിപ്പാൻ ഹൃദയം തുറക്കണമേ. ആത്മകത്തെ രൂപത്തിലേക്ക് നിൽക്കുന്ന, കടക്കണയിൽ എത്തി നിൽക്കുന്ന, വാസ്തവിക സജ്ജമായ അസ്വധാനപ്പെടുന്നില്ല മാരകമായ രോഗങ്ങൾ കടന്നു പോകുന്ന എല്ലാവരുടെ അടിപ്പിളകൾ സൗഖ്യം കൊടുക്കണമേ. യേശുവിനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവർക്ക് അനുകൂലമായി ഈ ജനത്തിനോട് എഴുതി നിൽക്കണമേ. ജനം വിടിയിക്കപ്പെടട്ടെ. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.